ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അക്കാര്യം ശേഖരനും യാമിനിയും എന്തായാലും അറിയാതിരിക്കില്ല. ഒടുവില് ശേഖരനും യാമിനിയും കൂടി രാജുവിന്റെയും ഋതികയുടെയും കല്യാണം നടക്കാൻ വേണ്ടി രുക്മിണിക്ക് ഒരു വൻ തുക ഓഫർ ചെയ്യും. പ്രതാപ് പോയോ ശേഖര? ഇല്ലമ്മേ. അമ്മയ്ക്ക് ഏട്ടനോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ ഏട്ടനെ ഇങ്ങോട്ട് വിളിക്കാം. വേണ്ട, വിളിക്കണ്ട. അയാളിങ്ങോട്ട് വരട്ടെ. അല്ല, പ്രതാപൻ ഇന്നെന്തോ അടിയന്തര മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഇപ്പൊ പോകും. രാജു വന്ന ശേര? ഇല്ല ഏട്ടാ. ഇവനെന്താ ഇങ്ങനെ താമസിക്കുന്നേ? ഒരു മിനിസ്റ്ററുടെ പി എന്നൊക്കെ പറഞ്ഞ പഞ്ചിലാവണ്ടേ? അത് രാജുവിന്റെ കുഴപ്പമല്ലേ ചേച്ചി. രാജു വരേണ്ട സമയമായിട്ടില്ല. ഇന്നൊരു 10 മിനിറ്റ് മുമ്പേ പോണമെന്ന് ഞാൻ അവനോട് പറയാൻ മറന്നുപോയി. ശേര ഏട്ടാ, രാജു വരുമ്പോ എന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞാൽ മതി. ശരി ഏട്ടാ. അമ്മേ, ഞാൻ കാണട്ടെ. നിക്ക് പ്രതാപ. പ്രതാപനോട് അത്യാവശ്യമായിട്ടൊരു കാര്യം പറയാനുണ്ട്. അതാ ഞാൻ കാത്തു നിന്നെ. എന്താ അമ്മേ? മോളുടെ കല്യാണ തീയതിയെ കുറിച്ചാ. ഞാൻ 1-2 ജ്യോത്സ്യന്മാരെ വിളിച്ച് കല്യാണ മുഹൂർത്തം ചോദിച്ചു. ഈ 10-ാം തീയതി തന്നെ കല്യാണം നടത്തണമെന്നാ അവരുടെ അഭിപ്രായം. 10-ാം തീയതി അതിങ്ങടുത്തു പോയില്ലമ്മേ. അന്ന് ദശമിയാ. അന്നേ നല്ല മുഹൂർത്തമുള്ളൂ. ആ ദിവസം തന്നെ കല്യാണം നടത്തണം. തീരെ അങ്ങ് അടുത്തുപോയി. എന്റെ പ്രതാപ, ആയിരക്കണക്കിന് ആളുകളെ വിളിച്ച് വിപുലമായ കല്യാണമൊന്നല്ലല്ലോ നമ്മൾ നടത്തുന്നത്. വീട്ടുകാർ മാത്രം പങ്കെടുക്കുന്ന കല്യാണമല്ലേ? വലിയ തയ്യാറെടുപ്പിന്റെ ആവശ്യമൊന്നുമില്ല. എന്നാ ശരി, അമ്മയുടെ തീരുമാനം അങ്ങനെയാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. അല്ല, വിവാഹ തീയതി ഇങ്ങ് അടുത്തു പോയത് തന്നെയാ എന്റെയും ടെൻഷൻ. കുറച്ചു ദിവസം കൂടി മുന്നോട്ട് നീക്കായിരുന്നു. അമ്മ ഒരു തീരുമാനം പറയുമ്പോ അതിന് അതിൻ്റെതായ കാരണം ഉണ്ടാവും ചേച്ചി. അമ്മ പറയുന്ന പോലെ തന്നെ കാര്യങ്ങൾ നടക്കട്ടെ. എന്താ, നിനക്കെന്തെങ്കിലും നിവേദനങ്ങളോ പരാതികളോ പറയാനുണ്ടോ? പറഞ്ഞോ. ഞാൻ നിന്റെ മന്ത്രിയാ, വിദ്യാഭ്യാസ മന്ത്രി. അതല്ല, ചേച്ചിയെ രാജുവേട്ടനെയും കൂട്ടി പ്രീ വെഡിങ് ഷൂട്ട് നടത്തണമെന്നുണ്ട്. കൊള്ളാലോ. എവിടെ വെച്ചാ നടത്താൻ ഉദ്ദേശിക്കുന്നത്? പറ്റിയൊരു ലൊക്കേഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. ലൊക്കേഷൻ പ്ലാൻ ചെയ്യാതെയാണോ ഷൂട്ടിംഗ് ഫിക്സ് ചെയ്യുന്നത്? ആ, അതിരിക്കട്ടെ. താനാണോ ഡയറക്ടർ? അതെ. നടക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെല്ലിച്ച. വാ മോളെ. മോള് നാളെയല്ലേ പോന്നെ? ആ അച്ഛാ, നാളെ രാവിലെ. ഈ കല്യാണ തീയതി ഇന്ന് തന്നെ രമ്യ അറിയിക്കണം. അമ്മേ, ഒരു സൂപ്പർ ഐഡിയ. ഹാ, വെരി ഗുഡ്. നീ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടല്ലോ, അതിലെനിക്ക് സന്തോഷം. ഒരു പാര ഐഡിയ. അതാണല്ലോ നമുക്ക് ആവശ്യം. എന്താ ഐഡിയ? കേൾക്കട്ടെ. ആ രമ്യയും രാജുവും തമ്മില് കല്യാണം ഉറപ്പിച്ചിരിക്കുന്നത് നമുക്ക് വല്യമ്മാവനെ അറിയിക്കാം. അപ്പോ ഈ കല്യാണം വല്യമ്മാവൻ വേണ്ടെന്ന് വെക്കില്ലേ? ഇതാണോ ഐഡിയ? ഇതിപ്പോ ഞാൻ ആലോചിച്ചതാ. എന്നിട്ട് എടാ, നമ്മൾ അങ്ങനെ ചെയ്താ
ഒടുവില് വെളുക്കാൻ തേച്ചത് പാണ്ടായി പോയ അവസ്ഥയാവും. അതെങ്ങനെ? എടാ, ഇതറിഞ്ഞ പ്രതാപൻ രമ്യയുടെ അമ്മയോട് സംസാരിക്കാൻ തയ്യാറാവും. അക്കാര്യം ശേഖരനും യാമിനിയും എന്തായാലും അറിയാതിരിക്കില്ല. ഒടുവില് ശേഖരനും യാമിനിയും കൂടി രാജുവിന്റെയും ഋതികയുടെയും കല്യാണം നടക്കാൻ വേണ്ടി രുക്മിണിക്ക് ഒരു വൻ തുക ഓഫർ ചെയ്യും. പണം കിട്ടിയാലേ ആ രുക്മിണിയെ അവൾ എങ്ങോട്ട് വേണമെങ്കിലും തിരിയും. അവര് രമ്യയുടെയും രാജുവിന്റെയും കല്യാണം വേണ്ടാന്ന് വെച്ചാലോ? അത് ശരിയാ. അങ്ങനെ ഒരു അക്കടി പറ്റിയാലോ അല്ലേ? പറ്റും. അതുകൊണ്ടേ കാര്യങ്ങൾ അത്രയ്ക്ക് വഷളാക്കണ്ട. പക്ഷേ ഇതെല്ലാം അലമ്പാക്കാനും ഇവര് തമ്മിൽ ഗംഭീര അടി നടക്കാനും ഞാൻ വേറൊരു പണി ഇപ്പൊ ഒപ്പിക്കാം. എന്ത് പണി? നീ കണ്ടോ? ഹലോ അംബിക മാഡം. എന്തൊക്കെ രമ്യ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷങ്ങൾ അംബിക മാഡം? ഞാനേ ഒരു ബാഡ് ന്യൂസ് പറയാൻ ഇപ്പൊ വിളിച്ചേ. എന്താ മാഡം? ഇവിടെ രാജുവും ഋതികയും തമ്മിലുള്ള കല്യാണം നടത്താനുള്ള പുറപ്പാടില്ല. നീ സൂക്ഷിക്കണം. മാഡം, ഋതികയും രാജുവും തമ്മിലുള്ള കല്യാണം നടത്താൻ പോവാണെന്നാണോ പറയുന്നേ? അതെ, അത് ഉറപ്പിച്ചു. നീ ഒന്ന് കരുതിയിരിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞൂന്ന് മാത്രം. എന്നാ ഞാൻ ഫോൺ വെക്കട്ടെ? അംബിക മാഡം. എന്താന്നാടി അവര് പറഞ്ഞത്? രാജുവിന്റെ ഋതികയുടെ കല്യാണം നടത്താൻ പോകുന്നോ? അത് അമ്മ. ആഹാ, എന്നാ പിന്നെ അതെനിക്കൊന്ന് അറിയണമല്ലോ. അമ്മ ഇത് എവിടെ പോവാ? ഞാനാ വർമ്മയെ കാണാൻ. അയാളോട് എനിക്ക് ചോദിക്കണമല്ലോ. അയാൾ നമുക്ക് വാക്ക് തന്നിട്ടുള്ളതല്ലേ? അമ്മ ഞാൻ പറയുന്നത് കേക്ക്. രാജു ഒരിക്കലും ഋതികയെ കല്യാണം കഴിക്കില്ല. അവളുടെ കഴുത്തില് രാജു താലി കെട്ടില്ല. ഞാൻ പറഞ്ഞ സത്യം അമ്മേ. രാജുവിന് വർമ്മ സാർ എന്ന് വെച്ച ദൈവ. അതുകൊണ്ട് അവളെ ഭാര്യയായി രാജു സ്വീകരിക്കില്ല. അമ്മ 100% സത്യമാ. ദേ അമ്മ വാ, നമുക്കേ നമ്മുടെ കാര്യം നോക്കാം.